89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ എസ് കെ ജംഗ്ഷന്റെ സമയമാണ്. ഇന്ന് എസ് കെ ജംഗ്ഷനിൽ നമ്മൾ കേൾക്കുന്നത് ഗൈനക്കോളജിക്ക് ഓങ്കോളജിയെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള അതിനുള്ള അറിവുകളാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനു ആൻഡ് ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തലകം. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, നമ്മൾ ഇന്ന് പറയുന്നത് ഗൈനക്കോളജിക്ക് ഓങ്കോളജിയെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും സുപരിചിതമാണ് എന്താണ് ഗൈനക്കോളജിക്ക് ഓങ്കോളജി എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അറിയാം. പക്ഷേ എങ്കിലും നമ്മളൊരു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അറിയാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. സോ എന്താണ് ഗൈനക്കോളജിക്ക് ഓങ്കോളജി? ഇതിൽ എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ക്യാൻസറുകളാണ് ഈ ഗൈനക്കോളജിക്ക് ഓങ്കോളജിയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണെന്നൊന്ന് വ്യക്തമാക്കാവോ? അതായത് സ്ത്രീകളിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ വരുന്ന ക്യാൻസേഴ്സിനെയാണ് നമ്മൾ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സായിട്ട് പരിഗണിക്കുന്നത്. അതായത് യൂട്രസ്, ഗർഭാശയത്തിൽ വരുന്ന ക്യാൻസർ, സെർവൈക്കൽ ഗർഭാശയമുഖ ക്യാൻസർ, അതുപോലെ തന്നെ അണ്ഡാശയങ്ങളിൽ വരുന്ന ഒവേറിയൻ ക്യാൻസേഴ്സ്, പിന്നെ ഈ വൾവ വജൈന യോനിമുഖത്തുണ്ടാകുന്ന ക്യാൻസേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം അറിയണത് ഇതിൻ്റെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതെന്തായാലും അത് പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേട്ടറിയുന്നതായിരിക്കും. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ എസ് കെ ജംഗ്ഷന് സമയമാണ്. നമ്മുടെ കൂടെ ഇന്ന് എസ് കെ ജംഗ്ഷനിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഗൈനക്കോളജിക്കൽ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാനായി കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ അനു ആൻഡ് ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തലകം. മാം, നമ്മൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചു എന്താണ് ഗൈനക്കോളജിക്കൽ ക്യാൻസർ, എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. ആൻഡ് ഇനി അറിയേണ്ടത് ഇതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ക്യാൻസറിന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പല ക്യാൻസേഴ്സിനും പല കാരണങ്ങളാണ്. നമ്മളതിനെ മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും. അതായത് ഒരു ക്യാൻസർ ഇപ്പം ഗർഭാശയത്തിൽ വരാനുള്ള ഇന്ന കാരണം എന്നല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ ക്യാൻസേഴ്സൊക്കെ വരുന്നത്. അതിൻ്റെ വിപരീതമായിട്ട് ഒരു ക്യാൻസർ മാത്രം, അതായത് യൂട്രസിൻ്റെ മുഖത്ത് ഗർഭാശയമുഖ ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ വരാനായിട്ട് ഉള്ള പ്രധാനപ്പെട്ട കാരണം HPV വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് മാത്രമാണ് നമുക്കൊരു ഇന്ന കാരണം കൊണ്ട് വരുന്ന ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ മാലിഗ്നൻസീസും മൾട്ടി ഫാക്ടോറിയലാണ്. അതിൻ്റെ ഒരു ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് മെയിനായിട്ടും ഒബീസിറ്റി, വണ്ണം കൂടുതലുള്ളവർക്ക് യൂട്രസിനകത്ത് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് ഹോർമോൺ ഫാക്ടേഴ്സ്, അതായത് ഈസ്ട്രജൻ കുറച്ച് കൂടുതലായിരിക്കും. റെഗുലറായിട്ട് അണ്ടോൽപാദനം നടക്കണം എന്നില്ല, ഓവുലേഷൻ നടക്കണം എന്നില്ല. അപ്പോൾ ഈ PCOD ഉള്ള കുട്ടികൾ, അപ്പോൾ അവർക്കൊക്കെ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മറ്റ് നമുക്ക് ഫാമിലിയിലായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതായത് അണ്ഡാശയം, ഗർഭാശയം, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ. ഇതിന് നമുക്കൊരു ചെറിയ ശതമാനം ആളുകളിൽ, ഒരു 10 താഴെയുള്ള ശതമാനം ആളുകളിൽ ഹെറിഡിറ്ററി റിസ്ക് ഉണ്ട്. അതായത് നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരന്മാർക്കൊക്കെ ഈ ക്യാൻസേഴ്സ് ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യതകൾ, ജനറ്റിക് റിസ്ക് ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ, സെഡൻറ്ററി ലൈഫ്, അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ ഉള്ളവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ HPV റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ്, സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല, അതുപോലെ വജൈനയിൽ, യോനിയിൽ, വൾവയിൽ ക്യാൻസേഴ്സ് വരാനുള്ള ഒരു 70% റീസണും HPV വൈറസാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് തന്നെ നമ്മൾ അടുത്തത് തുടങ്ങുന്നതായിരിക്കും പാട്ടുകൾക്ക് ശേഷം. HPV വൈറസ് എങ്ങനെയാണ് ഈ ഒരു സർവൈക്കൽ ക്യാൻസറിന് കാരണമായി മാറുന്നത്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. ക്യാൻസർ എന്നുള്ള ഈ ഒരു അസുഖത്തെ നമ്മൾ ഇന്ന് നേരിടാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യെസ്, വി ക്യാൻ. ഇതിനെ നമുക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നമ്മളിൽ പലർക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഗൈനക്കോളജിക് ഓങ്കോളജിക് അല്ലെങ്കിൽ ഗൈനക്കോളജിക് ക്യാൻസറിനെ കുറിച്ചാണ് കേൾക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ അറിവുകളാണ് നമ്മളിത് എന്താണ് സംഭവം എന്നുള്ള
എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ എന്തായാലും ഈ അറിവുകൾ പകരാനായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തിലകം. നമ്മൾ മുമ്പ് പാട്ടുകൾക്ക് മുന്നേ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഒരു HPV വൈറസ് സർവൈക്കൽ ക്യാൻസറിന് കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. ഇത് ഒന്ന് HPV വൈറസ് ആണ് സർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ വെജൈനൽ വൾവൽ ക്യാൻസർ. പ്രധാനമായിട്ടും നമുക്ക് ഓറിഫൈസസ്, നമ്മുടെ ബോഡിയിലുള്ള ഓറിഫൈസസ്, ഹെഡ് ആൻഡ് നെക്കിൽ, പിന്നെ ഏനൽ കനാലിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുത്തുന്ന ക്യാൻസേഴ്സിൽ ഒരു പ്രമുഖ പങ്ക് HPV വൈറസിനാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നൺസ്, നമുക്ക് സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത സ്ത്രീകളിൽ ഇതിൻ്റെ ഈ സർവൈക്കൽ ക്യാൻസർ വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ഇത് സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാരണം കൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ ഒരു ജർമ്മൻ മൈക്രോബയോളജിസ്റ്റായ ഹെറാൾഡ് എസർഹ്യൂസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് HPV എന്നുള്ള വൈറസ് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചത്. അതായത് സെക്ഷൽ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് മെയിൽ പാർട്ട്ണറിൽ നിന്നും HPV വൈറസ് നമുക്ക് വജൈന, വൾവ തുടങ്ങിയ സർവൈക്കൽ ഏരിയയിൽ ഡെപ്പോസിറ്റ് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കിട്ടും. ആ ഇൻഫെക്ഷന് പ്രത്യേകിച്ച് എന്തോ ലക്ഷണങ്ങളൊന്നുമില്ല. അത് HPV എന്ന് പറഞ്ഞാൽ നമുക്ക് അരിമ്പാറകൾ ഉണ്ടാക്കുന്ന പാപ്പിലോമ വൈറസ് ആണ്. അരിമ്പാറകൾ ഉണ്ടാക്കുന്ന സ്കിന്നിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന വൈറസ് തന്നെയാണ്. അപ്പോൾ അത് ജനറൽ പോപ്പുലേഷനിൽ എല്ലായിടത്തും ഉള്ള ഒരു വൈറസാണ്. അതിന് പ്രത്യേകിച്ച് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്നാൽ ഒരു പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. മാത്രമല്ല അതൊരു 1-2 വർഷം കൊണ്ട് ഈ സ്ത്രീകളിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വെച്ച് തന്നെ അത് തന്നെ ക്ലിയറായി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലിയറായി പോകാത്ത സ്ത്രീകളിൽ HPV വൈറസ് പെർസിസ്റ്റ് ചെയ്യുകയും നമ്മുടെ അവിടുത്തെ സെല്ലുകളിലെ DNA ഇതിൻ്റെ DNA ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അങ്ങനെ വർഷങ്ങളെടുത്ത്, ഒരു 10-15 വർഷങ്ങളെടുത്താണ് ഈ കാർസിനോജെനിസിസ് അല്ലെങ്കിൽ ഈ ക്യാൻസർ ആകുന്ന പ്രക്രിയ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പെർസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ്. ഈ പെർസിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായ സ്ത്രീകൾ, അതായത് അത് പ്രധാനമായിട്ടും പറയുന്നത് പാസീവായിട്ട് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ, ഏർലി ഏജ്, നമുക്ക് ഇപ്പോൾ അറിയാം, ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 18 ഇയേഴ്സ് ബിലോ ഉള്ള കുട്ടികളിൽ ഏർലി ആയിട്ട് സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് ചൈൽഡ് ബർത്ത് കൂടുന്നത്, സെക്ഷൽ പാർട്ട്നേഴ്സ് കൂടുതൽ. അപ്പം നമുക്ക് HPV ഇൻഫെക്ഷൻ പല സ്ട്രെയിൻ കിട്ടാനുള്ള ചാൻസസ് കൂടുകയാണ്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ HPV പെർസിസ്റ്റ് ചെയ്യാനും സർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ മാം. അപ്പോൾ എന്തായാലും എന്തുകൊണ്ട് HPV വൈറസ് സർവൈക്കൽ ക്യാൻസറിന് കാരണമായി മാറുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് അതുപോലെ തന്നെ അറിയുന്നൊരു കാര്യമാണ്, HPV വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് വാക്സിൻ ഉണ്ട് എന്നുള്ളത്. അപ്പം അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്നുള്ളൊരു കാര്യം നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. SK ജംഗ്ഷനിൽ ഇന്ന് നമ്മൾ ഗൈനക്കോളജിക്ക് ഓങ്കോളജിയെക്കുറിച്ചാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സർവൈക്കൽ ക്യാൻസർ എന്ന വിഭാഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തിലകം. മാം, സർവൈക്കൽ ക്യാൻസർ എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റീവ് ആണ് എന്നുള്ളതും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിന് വാക്സിൻ അവൈലബിൾ ആണ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും? പ്രിവെൻറ്റീവ് എന്ന് പറയാൻ കാരണം തന്നെ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ, അതായത് ഇത് ഒരു, ഞാൻ പറഞ്ഞില്ലേ, ക്യാൻസർ പല കാരണങ്ങൾ കൊണ്ട് വരാം. പക്ഷേ ഈ ഒരു ക്യാൻസർ മാത്രമാണ് ഇന്ന കാരണം കൊണ്ട് വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ ആ കാരണത്തിനെ റിമൂവ് ചെയ്താൽ നമുക്ക് ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഈ HPV എന്ന് പറയുന്നത് ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വൈറസ് ഇൻഫെക്ഷൻ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് വാക്സിനേഷൻ മുഖാന്തരമാണ്. ഇപ്പോൾ HPV വാക്സിനേഷൻ ആക്ച്വലി നമുക്ക് 2006 തൊട്ട് മാർക്കറ്റിൽ ഗ്ലോബലി അവൈലബിൾ ആണ്. ഇന്ത്യയിൽ വന്നിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ പുറത്തെ വാക്സിനായിരുന്നു ഇതുവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ HPV വാക്സിനേഷൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഐഡിയലി നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ്. കാരണം നമുക്കറിയാം വൈറസ് ഇൻഫെക്ഷൻ എപ്പോഴും വാക്സിൻ എടുക്കുന്നത് അത് വരുന്നതിന് മുമ്പാണ്. അതാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സെക്ഷൽ ആക്ടിവിറ്റിക്ക് മുമ്പാണ് കുട്ടികൾ എടുക്കേണ്ടത്. 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉള്ള കുട്ടികൾ 2 ഡോസ് വാക്സിനും,
15 വയസ്സിന് ശേഷം 26 വയസ്സ് വരെയാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. അപ്പോൾ അതുവരെയുള്ള കുട്ടികളിലാണെങ്കിൽ 3 ഡോസ് വാക്സിനുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് എടുക്കുന്നത് നമുക്ക് 2006 തൊട്ടുള്ള ഡേറ്റ ഉണ്ട്. അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 95% എബോവ് ഇത് ഈ പർട്ടിക്കുലർ സ്ട്രെയിൻസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം HPV വാക്സിൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് സാധാരണ ചില വാക്സിനുകൾ നമുക്ക് സ്കൂളുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മൾ ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഇത് ലഭ്യമാകുന്നത്. അത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇതുവരെയുള്ള നമുക്ക് ഇമ്പോർട്ടൻറ്റ് വാക്സിനേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷത്തോളമായി നമുക്ക് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വാക്സിൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ നമുക്കൊരു എടുക്കാനുള്ളൊരു ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് വരുന്ന വാക്സിൻ ഏകദേശം ഒരു വയലിന് ഒരു 3500 രൂപ വില വരും. 4 സ്ട്രെയിൻ എഗനിസ്റ്റ് ആയിട്ടുള്ള ക്വാഡ്രിവാലൻ്റ് വാക്സിന്. അതുപോലെ തന്നെ ഒരു 9 വാലൻ്റ് വാക്സിനുണ്ട്. അതായത് അതിന് 9 സ്ട്രെയിൻ ഇതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു 10,000 രൂപയോടും അടുത്ത് വരും ഒരു വാക്സിന്. അപ്പോൾ പുറത്തെ വികസിത രാജ്യങ്ങളിലൊക്കെ ഇപ്പം അവർ ആ ക്വാഡ്രിവാലൻ്റ് 4 സ്ട്രെയിൻ വിഡ്രോ ചെയ്തിട്ട് 9 വാലൻ്റ് സ്ട്രെയിൻസ് ആണ് അവർ എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ നമുക്കിപ്പോഴും ഇതിനൊരു കോസ്റ്റ് ഇതിൻ്റെ ഒരു പ്രമുഖ തടസ്സമാണ് ഈ വാക്സിൻ എടുക്കാനുള്ള. പക്ഷെ അത് ഏകദേശം കുറച്ചും കൂടെ വളരെ വില കുറഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇന്ത്യൻ മെയ്ഡ് വാക്സിൻ വന്നതോടുകൂടി. ഇന്ത്യൻ മെയ്ഡ് വാക്സിനും 4 സ്ട്രെയിൻസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ക്വാഡ്രിവാലൻ്റ് വാക്സിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇപ്പം നമുക്ക് നിലവിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല. അപ്പം നമ്മളിപ്പം റെഗുലറായിട്ട് എടുക്കുന്ന വാക്സിൻ്റെ കൂടെ വരുന്ന ഒന്നല്ല ഇത്. അപ്പം ഇതിപ്പം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് കൊണ്ടും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചും ഒരു 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡായി കിട്ടുമായിരിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ചർച്ചയിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പം മേ ബി ഒരു റീസെൻ്റ് ഇയേഴ്സ് നമുക്ക് ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ എടുക്കുന്നത് പുറത്തുനിന്ന് വാക്സിൻ മേടിച്ചിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം HPV വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമ്മൾ പാട്ടിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് ഗൈനക്കോളജിക്ക് ഓങ്കോളജിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതാണ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ് എൻ്റെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനു എൻ ജോസഫ്. യെസ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ തലകം. മാം, നമ്മൾ ഇന്ന് ഗൈനക്കോളജിക്ക് ഓങ്കോളജിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവൈക്കൽ ക്യാൻസറിനെ കുറിച്ച് കേട്ടു, അതിന് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള HPV വാക്സിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇനി ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യമേ അറിയാനായിട്ടുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ ആദ്യത്തെ ലക്ഷണങ്ങൾ, ഇപ്പം സിംറ്റംസ്, നമ്മൾ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും നമ്മൾ അറിയാതെ പോകുന്നത് ഇത് നമ്മുടെ ശരീരം നമ്മളെ കാണിക്കുന്നുണ്ട്, ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതിൽ, പക്ഷെ നമ്മളത് അറിയുന്നില്ല. അപ്പം ആ ഒരു ലക്ഷണങ്ങൾ, സൈൻസ് ആൻഡ് സിംറ്റംസ് ഏതായിരിക്കും? ഇപ്പം ഒരു ജനറൽ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഓരോന്നിനും പല രീതിയിലായിരിക്കുമല്ലോ, വ്യത്യസ്തമായിരിക്കുമല്ലോ. അതെ, ഓരോന്നിനും വ്യത്യസ്തമാണ്. അതായത് അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒവേറിയൻ ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസറുകളൊന്ന്. അങ്ങനെ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 എത്തിക്കഴിയുമ്പോഴാണ് എല്ലാവർക്കും അത് ഡയഗ്നോസ് ചെയ്യുന്നത് സിംറ്റം വെച്ചിട്ട്. കാരണം ഇതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല. മെയിനായിട്ടും ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും ആളുകൾക്ക്. കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും വയറ് നിറഞ്ഞ പോലെ ഫീൽ വരും. അങ്ങനെ ഒരു 3 മാസമൊക്കെ കൊണ്ടു നടന്നതിന് ശേഷമായിരിക്കും ഹോസ്പിറ്റലിൽ വരിക. കാരണം ഇത് നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന, സഹിക്കാൻ പറ്റുന്ന ലക്ഷണം ആയതുകൊണ്ട് തന്നെ ഒരു കുറേ നാൾ ഇത് കൊണ്ടു നടക്കും. അവസാനം വയറ് വെള്ളം കെട്ടി വീർത്ത് വരുമ്പോഴാണ് ഒരു ഡോക്ടറെ അടുത്ത് വരിക. അപ്പം ഇത് ഒരു ശ്രദ്ധിക്കേണ്ട ലക്ഷണം തന്നെയാണ്. നമുക്ക് ഈ ഗ്യാസാണെന്ന് പറഞ്ഞ് നടക്കുന്ന ലക്ഷണം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അത് ഒരു മരുന്നെടുത്ത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കുകയോ ചെയ്യുന്നതിലൂടെ വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതാണ് എൻ്റെ മെയിൻ കാര്യം. പിന്നെ ഇത് അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് ഈ വെള്ളക്കെട്ട്, വയറ് വീർത്ത് വരികയും അതുപോലെ തന്നെ നമ്മൾ ദേഹം മെലിയാൻ തുടങ്ങുകയും വെയിറ്റ് ലോസ് വരികയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂട്രൈൻ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ സാധാരണഗതിയിൽ വളരെ ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒന്നാണ്. അതിന് കാരണം യൂട്രസിനകത്ത് ഒരു ഗ്രോത്ത് വരുമ്പോൾ സാധാരണ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പം അതിന് ലക്ഷണങ്ങൾ വളരെ ഏർലി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും മെനോപോസൽ ഏജ്,
പീരീഡ് കഴിഞ്ഞ് നിന്ന് ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിൽ ഒരു ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ വരുമ്പോൾ അവർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതാണ് എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ മെയിൻ ലക്ഷണം. പക്ഷേ ഈ ഒരു മെനോപോസ് ആവാത്ത സ്ത്രീകളിൽ ഈ പീരീഡിന്റെ ഇറഗുലാരിറ്റീസ് കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നതും വരുന്നതും കുറവാണ്. അപ്പോൾ അവരിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ശ്രദ്ധ വേണം. കാരണം നമുക്ക് പീരീഡ് റെഗുലർ ആണോ എന്ന് നോക്കണം. ഏകദേശം ഒരു നോർമൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു ഒരാഴ്ച, ഒരു 30 ദിവസം അല്ലെങ്കിൽ 28 ദിവസം നമ്മൾ പറഞ്ഞാലും ഒരാഴ്ച മുന്നോട്ടോ ഒരാഴ്ച പിന്നോട്ടോ ആകാം. അപ്പോൾ അതൊരു നോർമൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൽ വ്യത്യാസപ്പെട്ട് വരികയോ നേരത്തെ ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ളിൽ പീരീഡ് ബ്ലീഡിങ് വരികയോ അത് വളരെ ഡിലേഡ് ആയിട്ട് വന്നിട്ട് ഭയങ്കര ഹെവി ബ്ലീഡിങ് ആണെങ്കിൽ, ഹെവി ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്കൊരു 7 days വരെയാണ് പീരീഡ് നിൽക്കുക. അപ്പം അതിൽ കൂടുതൽ ബ്ലീഡിങ്ങോ സ്പോട്ടിംഗ് ആയിട്ട് പോലും നിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വലിയ ബ്ലഡ് ക്ലോട്ടായിട്ട് പോകുന്ന ഒരു 3 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കട്ടയായിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ട് പോകുന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പീരീഡിൻ്റെ റെഗുലർ പീരീഡ് ഉണ്ടാവുകയും അതിനിടയ്ക്ക് ചില ഇൻ്റർമെൻസ്ട്രൽ സ്പോട്ടിങ്, അതായത് ചില നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് ചില സ്പോട്ടിങ് ബ്ലീഡിങ് ഒക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ബ്ലീഡിങ് വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ പാറ്റേൺ, അതിൻ്റെ ഫ്ലോയ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സർവൈക്കൽ ക്യാൻസർ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല, ഒരു 10-15 വർഷം എടുത്ത് വരുന്നതാണ്. അപ്പോൾ ഈ 10-15 വർഷത്തിനുള്ളിൽ ആദ്യം വരുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജാണ്. വജൈനൽ ഡിസ്ചാർജ് ആയിട്ട് വരും. ഈ വജൈനൽ ഡിസ്ചാർജ് വർഷങ്ങളോളം നിന്നതിന് ശേഷമായിരിക്കും ഈ ഗ്രോത്ത് ചെയ്യുന്ന ബ്ലീഡിംഗ് ഒക്കെ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡിസ്ചാർജ് ഉള്ള സമയത്ത് ആളുകൾ അത് അവഗണിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഡിസ്ചാർജ് കുറച്ചൊരു ഫൗൾ സ്മെല്ലിങ് ആവുകയും ദുർഗന്ധമൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് ആളുകൾ വരിക. അപ്പം ഏർലി ആയിട്ട് അതും നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. ഈ ഡിസ്ചാർജ് നോർമലി നമുക്ക് സ്ത്രീകൾക്ക് അറിഞ്ഞിരിക്കണം നോർമൽ ഡിസ്ചാർജ് എന്താണെന്നുള്ളത്. അതായത് നമുക്ക് പീരീഡ് വരുന്ന സമയത്ത് ഒരു 2 ആഴ്ച മുമ്പ് വരെ നോർമൽ സൈക്കിളുള്ള ഒരാൾക്ക് കുറച്ചൊരു ഇൻക്രീസ്ഡ് ഡിസ്ചാർജ് വരാം. അത് വളരെ എന്താ പറയുക, ദുർഗന്ധമില്ലാത്തതും അതുപോലെ ചെറിയ കഫം പോലത്തെ ഡിസ്ചാർജും ആയിരിക്കും. അപ്പോൾ അത് പീരീഡ് കഴിയുമ്പം യൂഷ്വലി സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഈ പീരീഡിൻ്റെ ആ ഒരു 2 weeks മുമ്പ് വരുന്ന ഡിസ്ചാർജ് നോർമലായിട്ട് വരുന്നതാണ്. ബാക്കി എല്ലാ ഡിസ്ചാർജ് അബ്നോർമലായിട്ട്, അല്ല ഓവുലേഷൻ സമയത്ത് ഭയങ്കര സ്ലൈമി ആയിട്ട് മുട്ടയുടെ വെള്ളം പോലെ അങ്ങനെ ഡിസ്ചാർജ് വരാം. അത് ഓവുലേഷൻ ടൈമിലുള്ള ഡിസ്ചാർജാണ്, അത് നോർമലാണ്. ബാക്കി നോർമൽ അല്ലാത്ത ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ ഈ യോനി ഭാഗത്ത് വരുന്ന ക്യാൻസേഴ്സ് മിക്കവാറും ചൊറിച്ചിലായിട്ടാണ്. സ്കിൻ ഏരിയയിൽ, വൾവ എന്ന് പറയുന്ന അത് സ്കിൻ ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഇച്ചിങ് ആയിട്ടായിരിക്കും മാലിഗ്നൻസ് ക്യാൻസേഴ്സ് സിംറ്റം കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അത് അവരെ അതിനൊരു ലീഷൻ വരുന്നതിന് മുമ്പ് ഒരു 1-2 വർഷം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 6 months എങ്കിലും ഒരു വൾവൽ ഇച്ചിങ് കാണിക്കാറുണ്ട്. അപ്പം ആ സ്റ്റേജിലൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ വലിയൊരു സർജറി കൂടാതെ തന്നെ നമുക്കിനെ ട്രീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസിലെ സിംറ്റംസ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 2 സംശയങ്ങളുണ്ട്. ഒന്ന്, ഇത് കേൾക്കുന്ന വ്യത്യസ്ത ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അപ്പം അവർക്ക് അയ്യോ ഇത് ഞങ്ങൾക്ക് ഉണ്ടാവുമോ, ഉണ്ടാവത്തില്ലേ, കുട്ടികൾക്ക് ചിലപ്പം കേൾക്കുമ്പോഴായിരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ സിംറ്റംസ് ഇല്ലാതെയും ക്യാൻസർ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ എന്തായാലും ഈ 2 ചോദ്യങ്ങളും നമുക്ക് പാട്ടുകൾക്ക് ശേഷം ആൻസർ ചെയ്താലാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും പാട്ടുകൾക്ക് ശേഷം കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ജോ ആണ്. നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അറിവുകളാണ്. അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എന്തൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ ഗൈനക്കോളജി ഓങ്കോളജിയെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ തിലക്. മാം, നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത് ചില ക്യാൻസറുകൾക്ക് സിംറ്റംസ് ഉണ്ട്, അത് ഏതൊക്കെ എന്നുള്ളത് മാം പറഞ്ഞു. അപ്പം അടുത്തൊരു സംശയം, ചിലതിന് സിംറ്റംസ് ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കാനായിട്ട്, എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പം നമ്മൾ എന്തൊരു ജാഗ്രത, ഒരു സ്പെഷ്യൽ ജാഗ്രത എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? സിംറ്റംസ് ഇല്ല എന്നുള്ളതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കാത്ത സിംറ്റംസ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ഒവേറിയൻ ക്യാൻസർ വയറിനകത്ത് വരുന്ന വലിയ മുഴ
മുഴകളൊക്കെയാണ് ഒരുപാട് വലുതായിട്ട് ആളുകൾ കണ്ടുപിടിക്കാതെ പോയിരിക്കുന്നത്. കാരണം അതിന് വേദനയില്ല, മുഴയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ചോദിച്ച് വരുമ്പം പേഷ്യൻസിനെ പറഞ്ഞ ചില സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയും. അതിലൊന്നാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം, ഈ വിശപ്പില്ലായ്മ, അതൊക്കെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്ന സിംറ്റംസ്. അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ മുഴകളൊക്കെ ആണെങ്കിലും വയറിനകത്ത് എത്ര വേണമെങ്കിലും മുഴ വലുതാകാം, പക്ഷേ അതിന് നമുക്ക് പെയിൻ ഒന്നും ഇല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. പക്ഷേ അത് ചെലുത്തുന്ന ചില പ്രഷർ സിംറ്റംസ് ഉണ്ട്. അതായത് നമുക്കത് മൂത്രസഞ്ചിയിലോട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും എളുപ്പം മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ മൂത്രം ഇനീഷ്യലി പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാനുള്ള പ്രയാസം വരും ഈ മാസം ഇരിക്കുന്നതുകൊണ്ട്. അപ്പം സിംറ്റംസ് ഇല്ലായ്മയിലേക്കാളും കൂടുതൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് ആളുകൾ അത് സിംറ്റമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഒരു എക്സ്ട്രാ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇതോടൊപ്പം തന്നെ ആരൊക്കെ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, അപ്പം ഇന്ന ഏജ് കാറ്റഗറികളുള്ളവർ വേണം ഇത് ശ്രദ്ധിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന ഏജ് കാറ്റഗറി പ്ലീസ് ബി കൂൾ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒവേറിയൻ ക്യാൻസറൊക്കെ വരുന്ന ഒരു മീഡിയൻ ഏജ് പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പാണ്. ഏജ് ഒരു 63 ഏജസിലൊക്കെയാണ്. പക്ഷേ ചെറിയ കുട്ടികളിലും കണ്ടിട്ടുണ്ട്. അവർക്കൊരു വേറെ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ജേം സെൽ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞ ഒവേറിയൻ ക്യാൻസേഴ്സ് കാണാറുണ്ട്. അവർക്ക് കൂടുതലായിട്ടും മെൻസ്ട്രുവേഷൻ പീരീഡിൻ്റെ ഇറഗുലാരിറ്റീസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു അക്യൂട്ട് പെയിനായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ നമുക്കിപ്പോൾ ഇന്ന ഏജിലേ ക്യാൻസർ വരുമെന്നുള്ളതൊന്നുമില്ല. നമുക്ക് യൂട്രൈൻ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഓൾഡ് ഏജിലാണ് ഇത് കാണുന്നത്, പീരീഡൊക്കെ നിന്ന് കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും ഒരു 40s ആ പീരീഡ് നിൽക്കുന്ന ഏജ് ഗ്രൂപ്പിലൊക്കെ ഇത് കൂടി വരുന്നുണ്ട്, എൻഡോമെട്രിയൽ ക്യാൻസേഴ്സൊക്കെ. അപ്പം പിന്നെ മാത്രമല്ല സർവൈക്കൽ ക്യാൻസറും ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ബിറ്റ്വീൻ ഒരു 40-50s ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ഈ ഏജ് എന്ന് പറഞ്ഞൊരു റിസ്ക് ഫാക്ടർ ആണെങ്കിൽ പോലും വളരെ എന്ന് വെച്ചാൽ ഒരു ഇന്ന ഏജിൽ വരില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല നമുക്ക് ഇതിനകത്ത്. ഏത് ഏജിലും വരാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഒരു ജനറൽ അസസ്മെൻ്റ് എപ്പോഴും നടത്തുക. ഒരു ലാസ്റ്റ് ഒരു 2 weeks അല്ലെങ്കിൽ 1 month എൻ്റെ റുട്ടീൻ ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, വിശപ്പില്ലായ്മ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഫുഡ് കഴിക്കുന്നത് നോർമലാണോ, അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നതിനകത്ത് എന്തെങ്കിലും കളർ വ്യത്യാസമുണ്ടോ, നമ്മുടെ ബവൽ ഹാബിറ്റ്സ് എങ്ങനെയാണ്, ഡെയിലി പോകുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജനറലായിട്ട് പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ പല്ല് തേക്കുമ്പോൾ മോണയിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് റെഗുലർ ബേസിസിൽ അല്ലെങ്കിൽ മന്ത്ലി വൺസ് എങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നമുക്കിത് കുറച്ചുകൂടി ഒരു ഏർലി ആയിട്ട് എന്തെങ്കിലും നമുക്കൊരു ഡിഫറൻസ് ഓഫ് റുട്ടീൻ നമ്മുടെ ചേഞ്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം റുട്ടീനിൽ ചില ചേഞ്ചസ് നമ്മൾ മനഃപൂർവ്വമായിട്ട് വരുത്തിയാൽ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലേ? അതെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഒരു 2 weeks നമ്മുടെ ഒരു എങ്ങനെയായിരുന്നു എൻ്റെ പാറ്റേൺ എന്നുള്ളത് എപ്പോഴും ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ മാം, പിന്നെ ഇപ്പം നമുക്ക് പ്രിവെൻഷനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇപ്പം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ടൈം എത്തുമ്പോൾ വി ക്യാൻ പ്രിവെൻറ്റ് ദാറ്റ് എന്നുള്ളൊരു കാര്യം നമുക്ക് കേട്ടറിഞ്ഞപ്പോൾ മാം തുടക്കത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ലൈഫ് സ്റ്റൈൽ ചില അസുഖങ്ങളിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം അറിയാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, നമ്മളിന്ന് ഗൈനക് ഓങ്കോളജിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനകത്ത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് അറിഞ്ഞിരിക്കുമ്പോൾ മാം തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് പോയിന്റ് ചെയ്ത് ഞാനിപ്പോഴൊന്ന് നമ്മളൊന്ന് സംസാരിക്കുവാണ്. ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ വന്ന ചില മാറ്റങ്ങളാണ് ഇത്തരം അസുഖങ്ങൾ ഇപ്പം കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ആവാനായിട്ട് ഉള്ള ഒരു കാരണം എന്ന് മാം പറഞ്ഞു. അപ്പം നമ്മൾ കാരണങ്ങൾ ചോദിച്ചപ്പം അപ്പം ഇതിൻ്റെ അകത്തൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനുള്ള അപകട സാധ്യത കുറയ്ക്കാനായിട്ട് എത്രമാത്രം നമുക്ക് പറ്റുമായിരിക്കും? മേജറായിട്ടും ഉള്ള പോപ്പുലേഷൻ സ്റ്റഡീസിലൊക്കെ കാണുന്നത് വെച്ചിട്ടുള്ള അറിവാണ് നമുക്കുള്ളത്. അതായത് ഒബീസിറ്റി ഡെഫിനറ്റ്ലി കോസ് ചെയ്യും ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ യൂട്രൈൻ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ് തുടങ്ങിയവയൊക്കെ. അപ്പം ഈ ഒബീസ് ആയിട്ടുള്ള ആളുകളിൽ പ്രഷർ, BP, അതുപോലെ തന്നെ
ഷുഗർ ഇതെല്ലാം കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഈ എൻഡോമെട്രിയൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കൂടുതലായിട്ടുള്ള കാണുന്നത്. അപ്പം ഡെഫിനറ്റ്ലി അത് കുറയ്ക്കുവാണെങ്കിൽ, ഒബീസിറ്റി കുറയ്ക്കുവാണെങ്കിൽ, അതായത് നമുക്ക് ഈ ഡയറ്റിൽ വരുന്ന ചേഞ്ചസ്, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാം, പ്രോട്ടീൻ കൂട്ടുക, നമ്മൾ റെഗുലറായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ, ഡയറ്ററി ഫൈബേഴ്സ് ഉള്ള കണ്ടൻസ് ഒക്കെ കഴിക്കുക, പിന്നെ സെഡൻറ്ററി ലൈഫ് അവോയ്ഡ് ചെയ്യുക, ഡെയിലി എക്സർസൈസ്, ആഴ്ചയിൽ ഒരു 5 days എങ്കിലും ഒരു 20 to 30 minutes വാക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആക്ച്വലി ആ ഒബീസിറ്റി റിലേറ്റഡ് മാലിഗ്നൻസീസ് കുറയ്ക്കും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഇമ്മ്യൂണിറ്റി, നമ്മൾ പറഞ്ഞ HPV ഒക്കെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്കാണ് പേഴ്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറഞ്ഞാൽ പാസീവ് സ്മോക്കിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ഉള്ളവർക്ക് നമുക്ക് അല്ലാതെ തന്നെ ഒരുപാട് ലങ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, ഓറൽ ക്യാവിറ്റി വരുന്ന ക്യാൻസേഴ്സ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ പാസീവ് സ്മോക്കിംഗ് കുറയ്ക്കുന്നതിലൂടെ മാലിഗ്നൻസി കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആൽക്കഹോളിസം, അതായത് ഒരു വെസ്റ്റേൺ സ്റ്റഡീസിലൊക്കെയാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് മോഡറേറ്റ് ആൽക്കഹോളിസമാണ്. അപ്പം ഈ നമുക്കിപ്പം നമ്മുടെ ആ കൾച്ചർ മാറി വരുന്നതനുസരിച്ച് നമുക്ക് അത് ഫീമെയിൽസിലും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ ബ്രസ്റ്റ് ക്യാൻസർ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ HPVയുടെ കാര്യം പറഞ്ഞപ്പോൾ കേട്ടു, നമുക്ക് ഒരു ഹെൽത്തി സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം വളരെ യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളത്, ഈ പാർട്ട്നേഴ്സിന് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് HPV റിലേറ്റഡ് മാലിഗ്നൻസി, സർവൈക്കൽ ക്യാൻസർ ഒക്കെ വരുത്തുന്നതിന് ചാൻസ് കൂട്ടും. പിന്നെ ഫുഡിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ്, നമുക്ക് ഇമ്മ്യൂണിറ്റി പവറാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യം. കാരണം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നു, ഈ ഫ്രീ റാഡിക്കൽസ് കൂടി വരുമ്പോഴാണ് മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പം അതിനെ നമുക്ക് മെയിനായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെയാണ്. അപ്പോൾ അത് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. ഒരു പാർട്ട് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രൈഡ് നട്ട്സ് ഒക്കെ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും വേണ്ട അളവിൽ വൈറ്റമിൻസും ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ഡ്രൈഡ് നട്ട്സ് ഒക്കെ കഴിക്കുക. മാം, കഴിക്കാം എന്ന് പറഞ്ഞല്ലോ, സോ അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ പാടില്ല നമുക്ക് ഈ ഒരു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എന്നുള്ളതും കൂടെ ആഡ് ഓൺ ചെയ്യാമോ? അതായത് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര ഡീപ് ഫ്രൈഡ് സാധനങ്ങൾ, പിന്നെ ഭയങ്കര ഓയിലി ഫുഡ്, ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതിൻ്റെ അല്ല, നമുക്ക് ഡെയിലി റുട്ടീനിൽ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വലിയ ഫാക്ടറാണ്. അപ്പോൾ ഈ നമ്മൾ ഈ മൈദ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ മാതിരി അതിനകത്തൊരു ഡയറക്റ്റ് കാർസിനോജൻ എന്നുള്ളതിനേക്കാളും നമുക്ക് അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കഴിക്കുന്ന അപ്പാടെ അത് അബ്സോർബ് ചെയ്യുകയും അത് നമ്മുടെ ഒബീസിറ്റി കൂട്ടുകയും ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനൊക്കെ കാരണമാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഒരു പേഷ്യൻ്റെ വെയിറ്റ് അനുസരിച്ച് ഒരു പ്രോട്ടീൻസ് വേണം, ഒരു കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡ്രൈ നട്ട്സ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയ ഫുഡ് വേണം ഡെയിലി കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചില ഡൂസ് ആൻഡ് ഡോൺസ് ഈ ഒരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളത് കേട്ടറിഞ്ഞു. ഇനിയും ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കണം, അറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഗൈനക്കോളജിക് ഓങ്കോളജി എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു SK ജംഗ്ഷനാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ജോ ആണുള്ളത്, നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തെലങ്ക്. മാം, നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം, ഇതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഇങ്ങനെ പറയുമ്പോഴും മാം എൻഡ് ചെയ്യുന്നത് യെസ് നമുക്ക് അതിനുള്ളൊരു ഒരു പ്രിവെൻഷനുള്ള ഒരു മാർഗ്ഗമുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഇൻഡിവിജ്വലിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കി. ഈ ഒരു ക്യാൻസറിനെ അനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് ആളുകൾ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാവോ? ഇപ്പം സ്ത്രീകളിൽ പറയുവാണെങ്കിൽ ഇപ്പം ഓങ്കോളജി ക്യാൻസർ നിർണയം മാത്രം റിലേറ്റഡ് ആയിട്ട് പറയുക. അപ്പോൾ അതായത് ഇതിനകത്ത് നമുക്ക് വരുന്നതിന് മുമ്പേ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം അതിനകത്ത് നമ്മൾ എപ്പോഴും സ്ത്രീകളോട് പറയും, വന്നിച്ച സ്ത്രീകളിൽ
കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ അതിനകത്ത് ഒരു 40 years കഴിഞ്ഞിട്ടാണ് സാധാരണ കാണുന്നത്. അപ്പോൾ 40 years കഴിയുന്ന സ്ത്രീകളിൽ 2 വർഷം അല്ലെങ്കിൽ 1-2 വർഷം കൂടുമ്പോൾ മാമോഗ്രാം എടുക്കണം എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ മാമോഗ്രാം എടുക്കുന്നതിലൂടെ നമുക്കത് ഈ തടിപ്പ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഏർലി സ്റ്റേജിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഒന്ന്. അപ്പം നിർബന്ധമായിട്ടും ആളുകൾ ചെയ്യേണ്ട കാര്യം, കാരണം ഒരു 28 റാൻഡം സ്ത്രീകൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരും എന്നുള്ളതാണ് ഇന്ത്യയിലെ കണക്ക്. അപ്പോൾ അത്രയും കോമൺ ആയിട്ടുള്ളൊരു ബ്രസ്റ്റ് ക്യാൻസറിനെ ഒരു മാമോഗ്രാം വെച്ച് കണ്ടുപിടിക്കുവാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ലഘുവായിട്ട് സർജറിയിലൊക്കെ ചിലപ്പോൾ നിന്നെന്ന് വരും. അപ്പം അങ്ങനെ വളരെ ലളിതമായിട്ട് അത് കംപ്ലീറ്റ് ക്യൂർ കിട്ടും ഏർലി ഡയഗ്നോസിസ് ചെയ്യുവാണെങ്കിൽ. അപ്പം അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. 2, നമുക്ക് സെക്കൻഡ് കോമണസ്റ്റ് ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ. അതും ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഡേയിൽ ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യുമല്ലോ. ഒരു 10-15 വർഷം എടുത്താണ് ഇത് മാലിഗ്നൻസിയിലോട്ട് മാറുന്നത്. അപ്പോൾ ഈ 15 വർഷം നമുക്കിത് സ്ക്രീനിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിനാണ് നമ്മൾ പാപ്സ്മിയർ ചെയ്യണം എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞ് ഒരു 3 വർഷം ശേഷമാണ് ചെയ്തു തുടങ്ങേണ്ടത്. അപ്പം 3 പാപ്സ്മിയർ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ 3 വർഷം കൂടുമ്പോഴും ഈ പാപ്സ്മിയർ ചെയ്തുകൊണ്ടിരിക്കണം, ഒരു 65 വയസ്സ് വരെ. ഇനി അത് അല്ലാതെ ഇപ്പം നമുക്ക് HPV ടെസ്റ്റിംഗ് ഉണ്ട്. അത് HPV ടെസ്റ്റിംഗ് ആണ് കുറച്ചും കൂടെ പാപ്സ്മിയറിനേക്കാളും ബെറ്റർ സെൻസിറ്റിവിറ്റി കിട്ടുന്നത്. കാരണം നമുക്ക് HPVയുടെ DNA ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ ടെസ്റ്റ് മനസ്സിലാവുന്നത്. അത് ഒരു 30 വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. അത് 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്താൽ മതി നെഗറ്റീവ് ആണെങ്കിൽ. അപ്പം അത് നമുക്ക് ഉണ്ടോ ഇല്ലയോ, അത് ഉണ്ടെങ്കിലായി നമുക്ക് cervical ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പം അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടെസ്റ്റാണ് HPV ടെസ്റ്റിങ്. HPV ടെസ്റ്റിങ് 30 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ എല്ലാ 5 വർഷം കൂടുമ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ 2 ക്യാൻസേഴ്സാണ് നമുക്കൊന്ന് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതും. മറ്റേത് cervical ക്യാൻസർ നമുക്ക് അത് വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ അത് രണ്ടുമാണ് വളരെ എഫക്റ്റീവായിട്ട് സ്ക്രീനിങ് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന 2 പിന്നെയുള്ളത് നമുക്ക് വളരെ എഫക്റ്റീവ് സ്ക്രീനിങ് ഇല്ല. അപ്പോൾ ഓവേറിയൻ ക്യാൻസറിന് നമുക്കിപ്പം ഒരു ട്യൂമർ മാർക്കറോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എല്ലാ വർഷം സ്കാൻ ചെയ്യുന്നതോ കൊണ്ടോ നമുക്കതൊരു പ്രൂവൺ ബെനിഫിറ്റുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മാലിഗ്നൻസിക്കൊന്നും ഒരു ജനറൽ സ്ക്രീനിങ് പറയാറില്ല. ഇത് 2 വളരെ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്, മാമോഗ്രഫി അതുപോലെ തന്നെ നമ്മുടെ പാപ്സ്മിയർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഹെൽത്ത് ചെക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇവ 2 മാമോഗ്രാം ആൻഡ് അതുപോലെ തന്നെ പാപ്സ്മിയർ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി നമുക്ക് നൽകിയിട്ടുണ്ട് മാം. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും ധാരാളമുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോവാനുള്ളത് നമ്മുടെ കൂടെ ഇന്നലെ സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനുവൻ ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം ഇറ്ററ ഹോസ്പിറ്റൽ തെലകം. ഗൈനക്കോളജിക് ഓങ്കോളജി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. ഇതിൻ്റെ ഏർലി ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ അസുഖം ഡയഗ്നോസ് ചെയ്യാനുള്ള രീതികൾ ഏതൊക്കെ, അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടവ മാമോഗ്രാം അതുപോലെ തന്നെ പാപ്സ്മിയർ എന്നുള്ളത് കേട്ടു. ഇനി ഇതിന് അടങ്ങിയിട്ടുള്ള ചില ചികിത്സാ മാർഗ്ഗങ്ങൾ, ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കേട്ടറിയാനായിട്ട് പോകുന്നത്. സോ മാം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചികിത്സാ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ എന്ന് പറഞ്ഞാൽ സർജറി, കീമോതെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ട്, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ടാർഗറ്റഡ് തെറാപ്പീസ് എന്ന് പറയും, ഹോർമോൺ തെറാപ്പി, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത് ഇതെവിടെയാണ് ഇതിൻ്റെ ആരംഭം, അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ച സ്റ്റേജ് ഏതാണ്, അതുപോലെ ഇതിൻ്റെ ഒരു ബയോളജിക്കൽ ഗ്രേഡ് എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ഏജ് എത്രയാണ് പേഷ്യൻറ്റിൻ്റെ. ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ജനറലായിട്ട് നമുക്ക് ഒരു സർജറി ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പം എൻഡോമെട്രിയൽ ക്യാൻസറൊക്കെയാണ് വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ സർജറി മാത്രം മതിയാവും.
അപ്പം ചില ക്യാൻസേഴ്സിൽ അങ്ങനെയാണ്, വളരെ ഏർലി സ്റ്റേജ് ആണ്, ലോ ഗ്രേഡ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി കൊണ്ട് മാത്രം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും. പിന്നെ ഒരു സ്റ്റേജ് മാറിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രേഡ് ഡിസീസ് ആണെങ്കിലാണ് നമ്മൾ ബാക്കി കീമോതെറാപ്പിയും റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരിക. പിന്നെ വളരെ അഡ്വാൻസ് സ്റ്റേജ് ഇപ്പം നമുക്ക് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി അതുപോലെ ടാർജറ്റ് തെറാപ്പിയിലോട്ടൊക്കെ വേണ്ടി വരിക. ഓക്കെ മാം, ഇപ്പം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ടത് സർജറി ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇപ്പം സർജറി ആയിക്കോട്ടെ, കീമോതെറാപ്പി ആയിക്കോട്ടെ, എല്ലാവർക്കുമുള്ള ഒരു ബേസിക് സംശയങ്ങളാണ്. സർജറിക്ക് ശേഷം ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം കീമോതെറാപ്പിക്ക് ശേഷം അതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും, ഒരു കോൺസിക്വൻസസ് നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു സംശയങ്ങളും പലരിലും നിലനിൽക്കുന്നുണ്ടാണ്. മാമിന് അതിനെ പറയാനുള്ളത് എന്നുവെച്ചാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി നമുക്ക് 2 ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് പറയും, പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് ട്രീറ്റ് ചെയ്യുന്ന മിക്കവാറും ആളുകൾ ഒരു കംപ്ലീറ്റ്ലി ഇത് മാറി വരാറുണ്ട്. അപ്പം അതിന് മേ ബി നമുക്ക് സർജറി വേണ്ടി വരുമായിരിക്കാം, കീമോതെറാപ്പി വേണ്ടി വരുമായിരിക്കാം. പക്ഷേ വൺസ് പേഷ്യൻ്റ് സർവൈവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമുക്ക് സർജറിയുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നമ്മൾ യൂഷ്വലി സർജറിയുടെ സമയത്ത് പേഷ്യൻറ്റിനോട് വെച്ചാൽ ഡിഫറെൻറ്റ് സർജറീസാണ് പലതിനും. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. യൂഷ്വലി നമുക്ക് ആ സ്കാർ റിലേറ്റഡ് ആയിട്ട് അബ്ഡമൻ യൂഷ്വലി തുറന്നാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്കാറ്, പിന്നെ അതിൻ്റെ ഒരു പിന്നീട് വരുന്ന ഹെർണിയാസ് ഒക്കെ വരാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിക്വേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പേഷ്യനോട് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ സർജറിക്കുള്ള സൈഡ് എഫക്ട്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ആദ്യത്തെ 3 മാസത്തേന് പറഞ്ഞു വിടാറുണ്ട്. പ്രധാനമായിട്ടും ഈ വയറ് തുറന്ന് ചെയ്യുന്ന സർജറീസിനൊക്കെ നമുക്ക് ഹെർണിയ വരുന്ന കാര്യം. അപ്പം നമുക്ക് ബൈൻഡർ യൂസ് ചെയ്യാൻ പറയും ഒരു 3 മാസത്തേന്. 3 മാസത്തേന് ഭയങ്കര ഈ വെയിറ്റ് പൊക്കി എടുക്കുക, ബക്കറ്റ് വെള്ളം എടുക്കുക, അങ്ങനത്തെ ജോലികളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ ഈ കടലകളൊക്കെ എടുത്ത പേഷ്യൻസ്, ലിംഫ് നോഡ്സ് റിമൂവ് ചെയ്ത പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് കാലിൽ നീര് വരാറുണ്ട്. അപ്പോൾ ആ ലിംഫഡീമ എന്ന് പറയും. അത് വന്നാൽ നമുക്ക് പിന്നെ ട്രീറ്റ് ചെയ്യാൻ പാടാണ്, അത് മാറാൻ പ്രയാസമാണ്. അപ്പോൾ വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ഈ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്റ്റോക്കിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു 3 മന്ത്സിലേക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിന് പറ്റിയ PMR, അതായത് അങ്ങനെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കുറച്ച് എക്സർസൈസസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ആ എക്സർസൈസ് വളരെ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂഷ്വലി പേഷ്യൻസിനോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ, അതായത് സർജറി യൂഷ്വലി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ പേഷ്യൻസിനോട് പ്രീ സർജറി തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പം അത് മെയിൻലി ഒരു എക്സ്റ്റെൻഡ് ഓഫ് സർജറി പോലെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ഡിസീസ് ഉള്ള പേഷ്യൻസിന് വലിയ പ്രശ്നങ്ങളൊന്നും യൂഷ്വലി വരാറില്ല. അതുപോലെയല്ല നമ്മളൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ക്യാൻസർ സർജറി ചെയ്യുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ്. അപ്പോൾ അത് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ്ലി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പേഷ്യൻറ്റിനോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ സർജറിയിലോട്ട് പോകുന്നത്. പിന്നെ കീമോതെറാപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അത് യൂഷ്വലി കീമോതെറാപ്പി ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അത് എടുക്കുന്ന ആ കാലയളവിലാണ് വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസ്, അപ്പം നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ ഇപ്പോൾ ഒരു 6 സൈക്കിൾ കീമോ ആണ് അവർക്ക് എടുക്കേണ്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 6 സൈക്കിൾ കഴിഞ്ഞ് അവർ ആ ഫോളോ അപ്പ് പീരീഡിൽ ഒരു വിതിൻ 6 മന്ത്സ് അവർക്ക് ആ സൈഡ് എഫക്ട്സ് ഒക്കെ മാറി, അതായത് ഈ പറഞ്ഞ പോലെ മുടി കൊഴിയുന്നതും ന്യൂറോപ്പതി വരാം, കയ്യിലൊക്കെ മരപ്പൊക്കെ വരാം. അപ്പോൾ അതൊക്കെ മാറി വരും ഒരു 6 മന്ത്സിൽ. അപ്പം കീമോതെറാപ്പി യൂഷ്വലി ആ ഒരു റിലേറ്റഡ് സൈഡ് എഫക്ട്സ് നിർത്തുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ. പിന്നെ റേഡിയേഷൻ സൈഡ് എഫക്ട്സ് ഉണ്ട്. യൂഷ്വലി നമ്മൾ പണ്ടത്തെ ആ ഒരു ടെക്നിക്ക് ഓഫ് റേഡിയേഷൻ വെച്ചിട്ടായിരുന്നു ഒരു ലോങ് സ്റ്റാൻഡിങ് പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ഇപ്പം ഉള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന റേഡിയേഷൻ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ബാക്കിയുള്ള ഓർഗൻസിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലോങ് ടേം സൈഡ് എഫക്ട്സ് ഒക്കെ റേഡിയേഷനും കുറവാണ്. ഓക്കെ. അപ്പം എന്തായാലും എല്ലാവരുടെയും ഒരു സംശയം വരുന്നു, അതിനുള്ളൊരു കൃത്യമായ ഒരു ഉത്തരം നമുക്കിതാ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ടറിയണം. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗൈനക്കോളജിക്ക് ഓങ്കോളജി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ വിവാഹം കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്കോ ഫെർട്ടിലിറ്റി സംരക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനു ആൻഡ് ജോസഫ്,
ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ തലക. മാം, എന്താണ് ഈ ഒരു സംശയത്തിനുള്ള ഒരു ഉത്തരം എന്താണ് മാമിന് പറയാനുള്ളത്? ഇപ്പം നമ്മൾ പറഞ്ഞു ഏത് ഏജ് റിലേറ്റഡ് അല്ല, ചെറിയ കുട്ടികൾക്കും ക്യാൻസർ, ഗൈനക്കോളജിക്കൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ക്യാൻസർ വരാറുണ്ട്. അപ്പം അതിന് നമുക്ക് ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്തുകൊണ്ടുള്ള സർജറീസ് അല്ലെങ്കിൽ ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് എന്ത് ടൈപ്പ് ഓഫ് ക്യാൻസറാണ്. എല്ലാ ക്യാൻസേഴ്സിനും നമുക്ക് ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഹൈ ഗ്രേഡ് ഡിസീസസ് ഒക്കെ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ യൂഷ്വലി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒവേറിയൻ ക്യാൻസേഴ്സൊക്കെ മിക്കവാറും വളരെ എന്താ പറയുക, ജേം സെൽ ട്യൂമേഴ്സ് ആയിരിക്കും. അതായത് നമുക്ക് സിംഗിൾ, ഇപ്പോൾ ഒരു ഓവറിയിലാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഓവറി മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ യൂട്രസിനകത്ത് വരുന്ന ക്യാൻസേഴ്സ് ഉണ്ട്, എൻഡോമെട്രിയൽ ക്യാൻസർ. അപ്പോൾ അതിനകത്തും വളരെ നമുക്ക് ലോ ഗ്രേഡ്, അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഫില്ല് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് വളരെ ലോ ഗ്രേഡ് ആയിരിക്കണം, ഇത് വേറെ എവിടെയും സ്പ്രെഡായി കൂടാ. അപ്പോൾ അങ്ങനെയുള്ള പർട്ടിക്കുലർ സിറ്റുവേഷൻസ് പോസിബിൾ ആകുന്ന പേഷ്യൻസിന് നമുക്ക് കൺസർവേറ്റീവായിട്ട്, അതായത് നമുക്ക് സർജറി ഇല്ലാതെ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രൊജസ്ട്രോൺ ഓറൽ ഗുളികകളായിരിക്കാം, അല്ലെങ്കിൽ യൂട്രസിനകത്ത് ഇടുന്ന കോയിലായിരിക്കാം. അപ്പോൾ അത് താൽക്കാലിക വെച്ച് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് അല്ല. പേഷ്യൻ്റ് എന്ന ഫെർട്ടിലിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുന്നു, അത്രയും നാൾ നമ്മൾ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയി പോകാൻ പറ്റും. പക്ഷേ റെഗുലറായിട്ടുള്ള ചെക്കപ്പ് വേണ്ടി വരും. ഇത് ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് കുറഞ്ഞു, കംപ്ലീറ്റ് റിക്കവറി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ഫോളോ അപ്പിന് വരേണ്ടി വരും പേഷ്യൻ്റ്. അപ്പം അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി പ്രിസർവിങ് ഓപ്ഷൻസ് ഉള്ളത് ഒവേറിയൻ ക്യാൻസറിലുണ്ട്, സെർവൈക്കൽ ക്യാൻസറിലുണ്ട്. സെർവൈക്കൽ ക്യാൻസറിൽ നമുക്കൊരു സെർവിക്സ് മാത്രം എടുത്ത് ട്രക്കലെക്ടമി എന്ന് പറയും സർജറി. അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് യൂട്രസ് ബാക്കി ഓർഗൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം വജീനയിലും ഒക്കെ വരുന്ന ക്യാൻസേഴ്സ് വൈഡ് എക്സിഷൻ ചെയ്ത് നീക്കം ചെയ്യാവുന്ന ക്യാൻസേഴ്സൊക്കെ ഈ പറഞ്ഞ ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ കീമോതെറാപ്പി എടുക്കേണ്ടി വരുന്ന ചില കുട്ടികളുണ്ട്. ഇപ്പം ജേം സെൽ ട്യൂമർ ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് സ്റ്റേജിലൊക്കെ നമുക്ക് കീമോതെറാപ്പി എടുക്കേണ്ടി വരും. അപ്പം മിക്കവാറും ഈ കൊടുക്കുന്ന കീമോസിനൊക്കെ അങ്ങനെ വലിയൊരു എന്താ പറയുക, ഓവറി ഫെയിലിയർ വരുന്ന കീമോതെറാപ്പീസ് അല്ല. ഒരു 80% ആൾക്കാരും കീമോതെറാപ്പിക്ക് ശേഷം നോർമൽ പീരീഡ് അറ്റൈൻ ചെയ്യുകയും ഫെർട്ടിലിറ്റിക്ക് വലിയ ഇഷ്യൂ ഇല്ലാതെ ആണ് പോകുന്നത്. പക്ഷേ പർട്ടിക്കുലർ ചില ഡ്രഗ്സ് നമുക്ക് ഓവറി കംപ്ലീറ്റ്ലി ഫെയിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് നേരത്തെ തന്നെ ഇവരുടെ ഓവം പ്രിസർവ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പം വിവാഹം കഴിച്ചവരാണെങ്കിൽ എംബ്രിയോ ആയിട്ട് തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ചില പർട്ടിക്കുലർ കേസിൽ നമുക്ക് റേഡിയേഷൻ എടുക്കേണ്ടി വന്നേക്കാം. അപ്പം റേഡിയേഷൻ എടുക്കേണ്ട കേസുകളിൽ നമുക്ക് ഓവറിയുടെ ഫങ്ഷൻ പ്രിസർവ് ചെയ്യാനായിട്ട് ഈ ഓവറി നമുക്ക് ട്രാൻസ്പോസിഷൻ ചെയ്ത്, അത് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് വെച്ച് അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ മാം, അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അസുഖങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഏറ്റവും ട്രസ്റ്റോട് കൂടെ തന്നെ നമ്മൾ ഓടിയെത്തും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുക്കെയാണ്. ഇപ്പം ഒരു ഡോക്ടറിനെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാമിനോട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കൺസേൺ ആണല്ലോ, അതെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് അറിയണം. അപ്പോൾ അത് കേൾക്കാം നമ്മുടെ SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ്റെ സമയമാണ്. ഇന്ന് SK ജംഗ്ഷനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ അനു എൻ ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ തലക. മാം, നമ്മൾ ഗൈനക്കോളജിക്ക് ഓങ്കോളജിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം അതൊക്കെ മാം പറഞ്ഞു തന്നു. അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പം ചില സമയങ്ങളിൽ നമ്മൾ ചില കോഴ്സിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്നാൽ പഠിക്കാമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെയുണ്ട്, അവിടുത്തെ സിലബസ് നമ്മൾ നോക്കും, അവിടുത്തെ എന്താ പറയുക ഫാക്കൽറ്റീസിനെ നമ്മൾ നോക്കും, അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കും. ഇതുപോലെ തന്നെ നമ്മളൊരു അസുഖം, നമുക്ക് ഒരു അസുഖ ബാധിതയാണ് അല്ലെങ്കിൽ ബാധിതനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്നാൽ ഈ ഒരു സ്ഥലത്തേക്ക് പോകാം അല്ലെങ്കിൽ ഇന്ന ആളെ കാണിക്കാം എന്ന് പലരും ഇപ്പം എന്നാൽ അങ്ങോട്ട് പോയേക്കാം, എന്നാൽ ഇങ്ങോട്ട് പോയേക്കാം, അവിടെ ഭയങ്കര ഇതാണ് എന്നുള്ളൊരു പറച്ചിലൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിട്ട് വേണം നമ്മൾ ഒരിടത്തേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മളൊരു കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഒരു വിശ്വസ്തയോടുകൂടി നമ്മൾ ചെന്ന് ഒരാൾ നമ്മളിലെ കൊടുക്കുവാണല്ലോ. അപ്പം എന്താണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പം പറയുവാണെങ്കിൽ പറഞ്ഞ പോലെ ഗൈനക് ഓങ്കോളജി എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എൻറ്റിറ്റിയാണ്. അതൊരു ഓങ്കോളജി തന്നെ ഇപ്പം പണ്ട് നമുക്ക് സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഓങ്കോളജി എന്നുള്ള
3 കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പം നമുക്ക് അറിയാം, പലരും വിദേശത്തോട്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്നു, നമുക്ക് അറിയാം പൊളിറ്റീഷ്യൻസൊക്കെ. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓർഗൻ സ്പെസിഫിക് ഓങ്കോളജി എന്നാണ് അതിന് പറയുക. എന്ന് വെച്ചാൽ ഇപ്പം ഹെഡ് ആൻഡ് നെക്ക് സർജൻസ് വേറെയാണ്. അപ്പം അവരെ ട്രീറ്റ് ചെയ്യുന്ന ബാക്കി റേഡിയേഷന് കാര്യങ്ങളൊക്കെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവോൾവ് ചെയ്ത് വന്ന ഒന്നാണ് ഗൈനക് ഓങ്കോളജി. ഇപ്പം ഗൈനക്ക് ട്രെയിൻ ചെയ്ത് ഗൈനക്കിൻ്റെ ക്യാൻസർ സർജറീസിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള ട്രെയിനിങ് എടുത്ത് അങ്ങനെ വരുന്നവരാണ് ഗൈനക് ഓങ്കോളജി. അതുപോലെ തന്നെ ബ്രസ്റ്റ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് അതിനകത്തു നിന്നുള്ള ഒരു ഡേറ്റ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓർഗൻ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരേ കാര്യം തന്നെ ഡീൽ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക പേഷ്യൻ്റ് സർവൈവൽ കൂടും എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു ഗൈനക് ഓങ്കോളജി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസീസുമായിട്ട് നമ്മൾ റിലേറ്റഡ് ആകുമ്പം ഇപ്പം നമുക്കിപ്പം ഈ പണ്ട് ഒരു മോർ ദാൻ ഒരു 5 years മുമ്പ് നമുക്ക് എവിടെയും അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. പക്ഷേ ഇപ്പം ഗൈനക് ഓങ്കോളജി ട്രെയിനിങ് പലയിടത്തും വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിൻഡായിട്ട് ഇറങ്ങുന്ന ആളുകളിൽ നിന്ന് പിന്നീട് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം ഈ ഗൈനക് ഓങ്കോളജി മിറ്റേരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായി ഇതിൻ്റെ സർവീസസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടും ഇതിൻ്റെ ഒരു പേഷ്യൻ്റ് ലോഡും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പം ബാക്കി സപ്പോർട്ടീവ്, അതായത് മെഡിക്കൽ ഓങ്കോളജി സൈഡിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ടും ബാക്കിയുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്കൊരു ഓങ്കോളജി എക്സ്പേർട്ട് എന്ന് പറഞ്ഞ 1 എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഇനീഷ്യേറ്റ് ചെയ്ത്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഇനി ഞാനൊരു ഫൈനലായിട്ട് ഒരു എൻഡ് നോട്ട് എന്ന രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഒരു ഗൈനക്കോളജി ഓങ്കോളജിയെ കുറിച്ച് നമ്മൾ ഇത്ര വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പം ചിലർക്കൊരു പേടി, അല്ലെങ്കിൽ ഒരു പക്ഷേ പേടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആശ്വാസം വന്നിട്ടുണ്ടാവും. എന്തായിരിക്കും മാമിന് പറയാനുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇനി? എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ജനറൽ ടോക്ക് നടത്തുമ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങളെല്ലാം പറയുമ്പം ഇതെനിക്കുണ്ട്, അപ്പം എനിക്കിതാണോ എന്നുള്ളൊരു സംശയം വരാം എല്ലാവർക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഇന്ന കാരണം ലക്ഷണങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇതുണ്ടെങ്കിൽ എനിക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളത് അങ്ങനെ വിചാരിക്കരുത്. അത് അങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആവും ആളുകൾ. അപ്പം ഈ രോഗലക്ഷണങ്ങൾ എന്തും ആയിക്കോട്ടെ, അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ മാത്രം ആവണം എന്നുള്ളതില്ല. പക്ഷെ അത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം, ആരോഗ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ എടുക്കണം. ഇപ്പം പ്രത്യേകിച്ചും ഈ വീട്ടമ്മമാരായ സ്ത്രീകളിൽ അവർക്ക് പ്രത്യേകിച്ചും ആശുപത്രിയിൽ പോകാനുള്ളൊരു സാഹചര്യവും, ചെറിയ ലക്ഷണങ്ങൾക്കൊന്നും ആശുപത്രിയിൽ പോകാനുള്ളൊരു സാഹചര്യം കാണത്തില്ല. പക്ഷേ അവർക്കിപ്പോൾ ഒരു ക്യാൻസർ വന്നാൽ ആ എൻ്റയർ ഫാമിലിയാണ് ഇല്ലാതെ പോകുന്നത്. അപ്പം അതിന് മൊത്തം ഒരു എക്കണോമിക്കലായാലും ബാക്കി എല്ലാ സപ്പോർട്ട് സിസ്റ്റവും അവിടെ പോകും. ഈ ചെറിയ ലക്ഷണങ്ങളാണെങ്കിലും അത് വളരെ നേരത്തെ ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ, ഏർലി ഡയഗ്നോസിസ് ക്യൂറാക്കാൻ സാധിക്കും ഏത് ഡിസീസാണെങ്കിലും. അപ്പോൾ അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ചെറിയ ലക്ഷണങ്ങളാണെങ്കിലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് അറ്റ്ലീസ്റ്റ് ഇത് എന്താണെന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് തീരുമാനിക്കുന്നതാണ് നല്ലത്. ഓക്കെ മാം. അപ്പം ഇന്ന് SK ജംഗ്ഷനിൽ ഗൈനക്കോളജിക്ക് ഓങ്കോളജിയെ കുറിച്ചാണ് നമ്മൾ മുഴുനീളം കേട്ടറിഞ്ഞുകൊണ്ടേയിരുന്നത്. അറിവുകളെല്ലാം നമ്മുടെ നല്ലൊരു ഭാവിക്കായി, ആരോഗ്യത്തോടുള്ളൊരു ഭാവിക്കായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്തായാലും ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പിക്കണം. മാം, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തന്നു. സോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ അനു ആൻഡ് ജോസഫ്, ഗൈനക് ഓങ്കോളജിസ്റ്റ് ഫ്രം മീറ്റേരിയ ഹോസ്പിറ്റൽ. എന്തായാലും ഞാനും ഇവിടെ നിന്ന് ബൈ പറയുകയാണ്. ആൻഡ് ദിസ് ഈസ് Ajay Joe signing off from SK Junction, and you are listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra.